മൗലിക കടമകൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്നില്ല. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലത്താണ് പൗരന്മാർക്കായുള്ള മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവമാകുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റി. 1976 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സർദാർ സ്വരൺ സിംഗിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും പഠിക്കുകയായിരുന്നു കമ്മിറ്റിയുടെ ദൗത്യം. മൗലിക കർത്തവ്യങ്ങൾക്കായി പുതിയ ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണമെന്നായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വച്ച നിർദ്ദേശം. സ്വരൺ സിംഗ് കമ്മിറ്റി 8 മൗലിക കർത്തവ്യങ്ങളാണ് നിർദ്ദേശിച്ചതെങ്കിലും 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തി. അപ്പോൾ 10 മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയാണ്. 1948 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ അനുച്ഛേദം 29(1) ഓരോരുത്തർക്കും സമൂഹത്തോട് ചില കർത്തവ്യങ്ങളുണ്ടെന്ന്, എങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ പൂർണ്ണവും സ്വതന്ത്രവുമായ വികാസം സാധ്യമാകൂവെന്നും പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് മൗലിക കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്വരൺ സിംഗ് കമ്മിറ്റിയിൽ നിർദ്ദേശം വെച്ചത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3. 42ാം ഭേദഗതി. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 51A to J. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 42ാം ഭേദഗതി ഉൾപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. 86ാം ഭേദഗതി. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം 11 മൗലിക കടമകളുടെ എണ്ണം 11 ഭേദഗതി 2002 86ാം ഭരണഘടനാ ഭേദഗതി. അങ്ങനെ 51A A മുതൽ K വരെയായി. 6 വയസ്സു മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടന നിഷ്കർഷിക്കുന്നു. അപ്പോൾ 11ാമത്തെ ഭരണഘടന മൗലിക കടമയാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ട് ഭരണഘടന നിഷ്കർഷിക്കുന്നു. ഇത് 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആണ് വന്നത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം 4A. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് USSRൽ നിന്ന്. ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ നിർവഹിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതിക്ക് ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ ആകില്ല. പക്ഷേ ആ കടമ ഒരു നിയമമായി പാർലമെൻറ്റ് പാസാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. മൗലിക കടമകളുടെ സവിശേഷതകൾ. മൗലിക കടമകളിൽ ചിലത് ധാർമ്മിക കടമകളും മറ്റുള്ളവ പൗരധർമ്മങ്ങളുമാണ്. ഉദാഹരണമായി, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉദാത്തമായ ആദർശങ്ങളെ വിലമതിക്കുന്നത് ഒരു ധാർമ്മിക കടമയാണ്. എന്നാൽ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കേണ്ടത് ഒരു പൗരൻ്റെ ധർമ്മമാണ്. ഇന്ത്യൻ പാരമ്പര്യം, പുരാണങ്ങൾ, മതങ്ങൾ, അനുശീലനങ്ങൾ എന്നിവയിൽ മൂല്യങ്ങൾ ഉൾക്കൊണ്ടവയാണ് മൗലിക കടമകൾ. അവയ്ക്ക് ഇന്ത്യൻ ജീവിത രീതിയുമായി ഗാഢമായ ബന്ധമുണ്ട്. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്, വിദേശികൾക്ക് ബാധകമല്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്, വിദേശികൾക്ക് ബാധകമല്ല. നിർദ്ദേശിക തത്വങ്ങളെപ്പോലെ മൗലിക കർത്തവ്യങ്ങളും ന്യായവാദത്തിന് അർഹമല്ല. കോടതികൾക്ക് അവ നടപ്പിലാക്കാനോ നിർദ്ദേശിക്കാനോ ആകില്ല. അപ്പോൾ നിർദ്ദേശിക തത്വങ്ങളെപ്പോലെ മൗലിക കർത്തവ്യങ്ങളും ന്യായവാദത്തിന് അർഹമല്ല. കോടതികൾക്ക് അവ നടപ്പിലാക്കാനോ നിർദ്ദേശിക്കാനോ ആകില്ല. മൗലിക കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. A
ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. ബി. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ദർശനങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. സി. ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. എഫ്. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ജി. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. എച്ച്. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ഐ. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ജെ. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. കെ. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. പൗരന്മാരെ സ്വന്തം അവകാശങ്ങൾക്കൊപ്പം കടമകളെയും കുറിച്ച് ബോധവാന്മാരാക്കി ജനാധിപത്യപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതാണ് മൗലിക കർത്തവ്യങ്ങളുടെ ധാർമ്മിക മൂല്യം നിലനിൽക്കുന്നത്. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥയുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ചെയർമാൻ ജസ്റ്റിസ് JS വർമ്മ. നിയമിക്കപ്പെട്ട വർഷം 1998 ജൂലൈ. റിപ്പോർട്ട് സമർപ്പിച്ചത് 1999.